നമ്മൾ ഒരേ ടൈമിൽ തന്നെ പ്ലേസ് ഓർഡർ കൊടുക്കാൻ വേണം. രണ്ട് ഓർഡറായി എന്താണ് 2 പ്രാവശ്യം പ്രിപ്പയർ ചെയ്യണം ആ ഒരു ഫുഡ്. സ്വിഗ്ഗിയിൽ നിന്ന് സൊമാറ്റോ ഇരുന്ന് നമ്മൾ ഷവർമ ഓർഡർ ചെയ്യാൻ പോണെയാണ്. ആരാദ്യം കൊണ്ടുവരുന്നു അവർക്ക് നമ്മൾ 1000 രൂപ ടിപ്പ് ചെയ്യാൻ പോണെയാണ്. ഇനി എങ്ങാനും നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നേരെ ഡബിൾ 1000 രൂപയും കൂടി ടിപ്പ് ചെയ്യും. ഇതൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ചെറിയൊരു പരിപാടിയാണ്. ജസ്റ്റ് സബിൻ്റെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ച ആൾക്കാരായാൽ മാത്രം മതി. എക്സ്ട്രയും കൂടി 1000 രൂപയും കൂടി കിട്ടും. എന്തായാലും നമുക്ക് ഷവർമ ഓർഡർ ചെയ്യാം. ആരാദ്യം വരും നോക്കാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ആപ്ലിക്കേഷൻ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ എന്ന് കമൻറ്റ് ചെയ്യും ഇപ്പം തന്നെ. അത് മാത്രമല്ല ആര് ജയിക്കുമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി അറിയാലോ. ഷവർമ ഓർഡർ ചെയ്യാൻ പോണേണ്ട. അതെ ഷവർമ. അപ്പം നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അൽത്താസെന്നാണ് 2 ഫുൾ മീറ്റ് ഷവർമ. സ്വിഗ്ഗിയിൽ നിന്നിട്ടും സൊമാറ്റോയിൽ നിന്നിട്ടും നമ്മൾ ഒരേ ടൈമിൽ തന്നെ പ്ലേസ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ആ ഗ്രൗണ്ടിൽ ബസ് സ്റ്റോപ്പിന്റെ നേരെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരെ ഇവിടെ നിന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ട. 2 ഓർഡറായി. ഓർഡർ റിസീവ്ഡ്. അൽത്താസിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ 15 മിനിറ്റ്. ആരാദ്യം എത്തും? 20 മിനിറ്റാ. സൊമാറ്റോ കുറച്ച് പുറകിലാണ് ശരിക്കും ഇപ്പൊ നിൽക്കുന്നത്. സ്വിഗ്ഗി ആദ്യം വരുമെന്നാണ് നിൽക്കുന്നത്. മിക്കവാറും വിന്നർ പ്രൈസ് 1000 രൂപ കൊണ്ടുപോകാൻ പോണത് മിക്കവാറും സ്വിഗ്ഗി ആയിരിക്കും. നമുക്കിപ്പോ 14 മിനിറ്റ് ആണ് കാണിക്കുന്നത്. നിനക്ക് എത്ര നേരം കാണിക്കുന്നുണ്ട്? 19 മിനിറ്റ്. സൊമാറ്റോ മിനിറ്റ്സുകൾക്ക് പുറകിലാണ്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും ആരാണ് ആദ്യം വന്നതെന്നൊക്കെ. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. നമുക്കത് മതി. പക്ഷെ കൊണ്ടുവന്ന് തരുന്ന ആള് എന്ത് ചെയ്തു? ആദ്യം എത്താനോ അവസാനം എത്താനോ അവർക്ക് അറിയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റോഡിന്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതും കൂടിയാണ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളി ചിലപ്പോൾ താമസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് വിന്നർ പ്രൈസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 2 പേർക്കും നമുക്ക് 500 വെച്ച് കൊടുക്കാം. ടിപ്പായിട്ട് ആദ്യം വന്നാലും സെക്കൻഡ് വന്നാലും ഫസ്റ്റ് വന്നാലും ടിപ്പായിട്ട് നമുക്ക് 500 വെച്ച് കൊടുക്കാം. 13 മിനിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ശരിക്കും സ്വിഗ്ഗിയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടും ആരായിരിക്കും ആദ്യം വരാൻ പോണേന്ന്. ഞാൻ പറയണ് സ്വിഗ്ഗിയാ വരണേ. ഡെലിവർ പാർട്ട്ണർ ഈസ് അറ്റ് റെസ്റ്റോറന്റ്. നിനക്കാ ആണോ? 2 പേര് റെസ്റ്റോറന്റിലുണ്ട്. ഒന്നിച്ചേരട്ടെ. 2 പേരും ജയിക്കട്ടെ. ആയിരിക്കും ജയിക്കണതിലല്ല, ആദ്യം എത്തും എന്ന് നമുക്കറിയാൻ പറ്റും. ഇത് വെറൈറ്റി ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോ ഇത്ര നാൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്ത് പറയാൻ നേരത്ത് കഴിച്ച ആരാദ്യം എപ്പം തീരും അങ്ങനെയൊക്കെയല്ലേ. ഇത് 2 പേർക്ക് നമ്മള് ഓർഡർ ചെയ്തേക്കുക. പ്രിപ്പയറിങ് യുവർ ഓർഡറാ. ഇതെന്താണിത്? എന്റെ പിന്നെയും പ്രിപ്പയർ ചെയ്യണ്. എന്താണിത്? 2 പ്രാവശ്യം പ്രിപ്പയർ ചെയ്യണം ആ ഒരു ഫുഡ്. 8 മിനിറ്റേ കാണിക്കണുള്ളൂ. 15 മിനിറ്റിൽ തുടങ്ങിയതാണ് എനിക്ക്. ഇവൻ എത്ര നേരം ഉണ്ട് ഇപ്പൊ? ഇവന് 11 മിനിറ്റ്, എനിക്ക് 8 മിനിറ്റ്. സ്വിഗ്ഗി ആയിരിക്കോ സൊമാറ്റോ ആയിരിക്കോ ആദ്യം വരുന്നത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ്. ഔട്ട് ഫോർ ഡെലിവറി. എന്താണ് അതിന്റെ അവസ്ഥ? ഔട്ട് ഫോർ ഡെലിവറി. ഇനി അവൻ ഏതെങ്കിലും സൂപ്പർ ബൈക്കിന് വന്നം എന്റെ സ്വിഗ്ഗിനെ വെട്ടിക്കാനായിട്ട്. സ്വിഗ്ഗിക്കാരനായിരിക്കും ഓൺ ടൈമിൽ എത്താൻ പോകുന്നത്. അവനായിരിക്കും വിന്നർ. 3 മിനിറ്റ്. വെറും 3 മിനിറ്റിനുള്ളിൽ സ്വിഗ്ഗിക്കാരൻ ഇപ്പൊ ഇവിടെ എത്തും. സൊമാറ്റോ ആണ്. ഇവിടെ ഇപ്പുറത്തോടെ ബൈക്കിൽ അതാണ് വെറുതെ വിളിച്ചു വരുത്തി. അല്ലടാ സൊമാറ്റോ അല്ലടാ, സ്വിഗ്ഗി അല്ലടാ. ഇവൻ സൊമാറ്റോ, ഞാൻ സ്വിഗ്ഗി സൈഡില. കാരണം പണ്ട് ഞാൻ സ്വിഗ്ഗി ഓടിയിട്ടുണ്ട്. ഫോട്ടോ ഇവിടെ കാണിച്ചേക്കാം. ഇതിന്റെ ഫോട്ടോ ഞാൻ ഇട്ടോളൂ. പണ്ട് ഞാൻ സ്വിഗ്ഗി ഓടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ സ്വിഗ്ഗി സൈഡ്, ഇവൻ സൊമാറ്റോ സൈഡ്. പക്ഷെ ഇവൻ സൊമാറ്റോ ഓടിയിട്ടില്ല. 2 മിനിറ്റ്. വെറും 2 മിനിറ്റ് ആണ് ഇപ്പൊ ഇതിൽ കാണിക്കുന്നത്. 2 മിനിറ്റ്. നിനക്ക് എത്ര മിനിറ്റ് ഉണ്ടാ? ഇതില് വേറെ രീതിക്കൊക്കെയാണ് കാണിക്കുന്നത്. എന്നാലും 8 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ഇതില് ഞാൻ ആദ്യമായിട്ട് സ്വിഗ്ഗി എടുത്തത് കൊണ്ടിട്ട് എനിക്ക് 175 രൂപ വന്നുള്ളൂ. 200 രൂപയുടെ ഒരു ഫുൾ മീറ്റ് ഷവർമക്ക്. നിനക്ക് എത്ര രൂപ വന്നു? 240. 240 രൂപ വന്നു. 40 രൂപ ഡെലിവറി ചാർജ് അല്ലേ? എടാ നോക്കിക്കോടാ, അങ്ങോട്ട് നോക്കിയാടാ. ഷവർമ ഓടാണ്. ഷവർമ മൂവ് ചെയ്തോണ്ടിരിക്കുവായത്. പിക്കായി അവിടെ നിന്നോ. ചെക്കൻ അവിടെ എങ്ങാണ്ടൊക്കെ എത്തിപ്പോ. പാവം കണ്ട. ഇവര് ചിലപ്പോ സാഹചര്യങ്ങളുടെ കൊണ്ടായിരിക്കാം അവര് താമസിക്കുകയും നേരത്തെയൊക്കെ വരുന്നത്. ഞാനിപ്പോ എന്തായാലും ഈക്വൽ ആയിട്ട് കണ്ടിട്ട് 2 പേർക്കും ആ വിന്നർ പ്രൈസ് എന്നുള്ളത് 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് 500 രൂപ വെച്ച് ടിപ്പ് ചെയ്യാൻ പോകുവാണ്. സബ് ആണെങ്കിൽ നേരെ 1000 രൂപ. അവരെങ്ങാനും ചുമ്മാ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ ഒരു ക്ലിക്ക് കൊടുത്തിട്ട്
ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. സബ്ബാണെങ്കിൽ 1000 രൂപ വെച്ചിട്ട് ടിപ്പ് ചെയ്യും. പെണ്ണ ഒരു സൈഡില് പെണ്ണാണ് വരുന്നത്. അപ്പൊ വിഷ്വലി ചിലപ്പോ കാണിക്കാൻ പറ്റില്ലായിരിക്കും അവരുടെ സേഫ്റ്റി കാരണം. ഞാൻ പക്ഷെ ടിപ്പ് ചെയ്ത് വിടും. കാണിച്ചില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. എടാ നീ പോയി എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നീ? ഇല്ലേ? എടാ കാണിച്ചു നോക്കാം നമുക്ക്. യൂട്യൂബ് ഇല്ല, ചെയ്തിട്ടില്ല. എടാ പോയി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1000 രൂപ ടിപ്പ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷെ നീയാണ് ആദ്യം എത്തിയത്. നിനക്ക് 500 രൂപ ടിപ്പ് ചെയ്യാനുണ്ട് ആദ്യം എത്തിയ കൊണ്ടിട്ട്. ഓക്കെ അല്ലേ? ഇവന് അടുത്ത ഒരു ഓർഡറും കൂടി ചെയ്യാനുണ്ട്. അത് കാരണം ഇവനെ നമ്മ പെട്ടെന്ന് വിടറാനുണ്ടാ. 500 രൂപ ടിപ്പും ഫുഡിന്റെ എമൗണ്ടുമായിട്ട് നമ്മള് 675 രൂപ ടിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനെ നമ്മൾ എവിടെ 675 രൂപ 175 രൂപ ഫുഡും 500 രൂപ ടിപ്പുമായിട്ട് നമ്മൾ സെറ്റാക്കി വിട്ടിട്ടുണ്ട്. എടാ നീ സബ് എങ്ങാനും ആയിരുന്നെങ്കിൽ 1000 രൂപ കിട്ടുന്ന പൈസ. അടുത്ത ആൾ തന്നെയുണ്ട് സൊമാറ്റോ ഡിലേ ആണ്. പക്ഷെ നമ്മ അവർക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എടാ പോയി നമുക്ക് 6,93,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നീ ഫോളോ ചെയ്തിട്ടില്ല കേട്ടാ, സാരില്ല, സേവ് ചെയ്ത് വെച്ചേക്ക് കേട്ടാ. അല്ല, സബ് ചെയ്ത് വെച്ചേക്ക്. കാണാം. ഈ ഷവർമ്മ വന്നിട്ടുണ്ട് കേട്ടാ. എന്നാ അപ്പൊ രണ്ടുപേരും നമ്മുടെ സബ്സ്ക്രൈബർ അല്ല. സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ 1000 രൂപ എന്നുള്ള രീതിക്ക് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കാവോ? പോയി എന്നാണ് അക്കൗണ്ടിന്റെ പേര്. പൈസ എടുത്തിട്ടില്ല. നമ്മളെ ഒരു ഗേളാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി വന്നിട്ട് നമ്മൾ പൈസ ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. നമ്മ ചലഞ്ച് നടത്തിയതിൽ സ്വിഗ്ഗിയാണ് ആദ്യം വന്നത്. സൊമാറ്റോ കുറച്ച് താമസിച്ചാണ് വന്നത്. അത് മാത്രമല്ല, സ്വിഗ്ഗിയുടെ ആളുടെ ഫേസ് മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. അവന് നമ്മൾ ടിപ്പ് ചെയ്ത്, അവൻ നമ്മുടെ സബ് അല്ലായിരുന്നു. അത് വന്നിട്ട് അവന് മറ്റേ പൈസ കിട്ടിയില്ല, പക്ഷെ ടിപ്പ് എമൗണ്ട് കൊടുത്തു. രണ്ടാമത് വന്നു വെച്ചാൽ ഒരു ഗേൾ ആയിരുന്നു. അത് കാരണം പ്രൈവസി ഇഷ്യൂ വന്നിട്ട് നമ്മൾ കൈയൊക്കെ കാണിച്ചുള്ളൂ, പൈസ കാണിച്ചില്ല. പക്ഷെ എങ്കിലും പേ ചെയ്തിട്ടുണ്ട്, നമ്മൾ ടിപ്പും ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ വീഡിയോ എന്തായാലും സബ് ചെയ്ത് വെച്ചേക്ക്. സബ് ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് മതിയായിരുന്നു. ക്ലിക്ക് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോ ടിപ്പ് ചെയ്യുന്നത് 1000 ആയിരിക്കും. 1000 ആയിരുന്നേനെ. ഓക്കെ, അപ്പോ എന്തായാലും ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിനും എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എന്ത് പറയാനാ? അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.